മാതാവ് തിരുക്കുമാരൻ നന്ദി. എൻ്റെ പേര് നീതു. ഞാൻ പുറത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യം ഇവിടെ വരുന്നത് ജൂലൈയിലായിരുന്നു. അത് ഞാൻ എന്നോട് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവ് നിന്നെ നിരാശയോടെ വിടത്തില്ല എന്നും പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. എന്ന് വെച്ചാൽ എനിക്കൊരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു UK HCPC എന്ന് പറയും, പാരാമെഡിക്കലിനുള്ള രജിസ്ട്രേഷനായിരുന്നു. ഞാനത് സബ്മിറ്റ് ചെയ്ത് ഏപ്രിൽ 28-നായിരുന്നു. അതിനുശേഷം എനിക്കൊരു അപ്ഡേറ്റ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല, മെയിലോ ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം മെയിൽ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും വരുന്നില്ല. ഞാൻ ശരിക്കും ടെൻഷനായി. ഞാൻ അങ്ങനെ വിഷമത്തിലിരുന്ന സമയത്താണ് ആൻറ്റി എന്നോട് ഇവിടെ വരാനും പറഞ്ഞതും മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞതൊക്കെ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു ചിന്തയിലല്ല ഞാനിവിടെ വരുന്നത്. ഞാനിവിടെ വന്നു, മാതാവിനോട് കണ്ടു, അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നി. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി പറഞ്ഞത് എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ ശരിയാക്കി തരണം, എനിക്ക് UK പോകണം, എൻ്റെ ബാങ്ക് ലോൺ ഒന്ന് ശരിയാക്കി തരണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വീട്ടിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ തൈലം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് ഞാൻ മെയിൽ അയച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവർ റിപ്ലൈ തന്നു. എന്നോട് പറഞ്ഞു വേരിഫിക്കേഷൻ മെയിൽ തെറ്റായതുകൊണ്ടാണ് ഇത്രയും താമസിച്ചേ എന്ന് പറഞ്ഞു. ഞാനത് വേരിഫിക്കേഷൻ മെയിൽ കറക്റ്റാക്കി ഞാൻ അവർക്ക് അയച്ചു. ഓഗസ്റ്റ് 28-ന് ഞാൻ എൻ്റെ ഫൈനൽ പേയ്മെൻറ്റ് ഞാൻ ചെയ്തു. എനിക്ക് സെപ്റ്റംബർ 1-ന് എനിക്ക് HCPC രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ബെർമിംഗ്ഹാം സിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. അവിടെ നിന്ന് എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരുന്നു വന്നിരുന്നത്. ഞാൻ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാങ്ക് ലോണിന് വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ക്യാസിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ എനിക്ക് ഫെയിലായി. അന്ന് തന്നെ എനിക്ക് ലോൺ സാങ്ഷൻ ആവുകയും ചെയ്തിരുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, ഒന്നോടും ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ അടുത്ത യൂണിവേഴ്സിറ്റി വെച്ചപ്പോഴും എനിക്ക് ഇൻ്റർവ്യൂ ക്യാൻസലായിക്കൊണ്ടിരുന്നു. 3-4 വട്ടം എനിക്ക് ഇൻ്റർവ്യൂ ക്യാൻസലായിക്കൊണ്ടിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ പറ്റുകയില്ല കേട്ടോ, ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പാണ് പുറത്തേക്ക് പോവില്ല, ഞാൻ നോക്കുകയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ സന്ധ്യക്ക് പ്രാർത്ഥനയ്ക്ക് തൈലം വെച്ചുകൊണ്ടിരുന്നിട്ട് കുരിശ് വരച്ചിട്ട് ഞാൻ സ്വർഗ്ഗസ്വനായ പിതാവേ ഞാൻ ചൊല്ലുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. മാതാവേ എന്നോട് ഇങ്ങനെ കാണിക്കരുത് എന്ന് ഞാൻ മാതാവിനോട് പലപ്പോഴും മാതാവിനോട് പറഞ്ഞു. അവസാനം ഞാൻ എനിക്ക് ഇൻ്റർവ്യൂ റിജക്ഷൻ വരുന്നത് ഞാൻ ഓൾറെഡി വിസ റെഫ്യൂസലിൻ്റെ പേരിലായിരുന്നു. ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോകാത്ത ഞാൻ വിസ റെഫ്യൂസൽ എങ്ങനെ വന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ അത് യൂണിവേഴ്സിറ്റിയായിട്ട് കോൺടാക്ട് ചെയ്തു. യൂണിവേഴ്സിറ്റി ഒന്നോട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളൊരു അവസരം തന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാൻ നെറ്റിയിൽ തൈലം വെച്ചുകൊണ്ടും കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ചുകൊണ്ടുമാണ് ഞാൻ പറഞ്ഞത്. ഇൻ്റർവ്യൂ കയറുന്നതിന് മുമ്പ് ഞാൻ സ്വർഗ്ഗസ്വനായ പിതാവും പറഞ്ഞു, സർവശക്തി പിതാവും ഞാൻ ചൊല്ലി, കൈ പിടിച്ചു. ഞാൻ മുത്തം കൊടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് 30 മിനിറ്റ് ഇൻ്റർവ്യൂ, എനിക്ക് 40 മിനിറ്റ് ഇൻ്റർവ്യൂ ആയി. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്തു. അത് കഴിഞ്ഞൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. നെക്സ്റ്റ് ഡിപ്പോസിറ്റ് എമൗണ്ട് ആണ് അവർ ചോദിച്ചത്. ഓൾറെഡി ഞാൻ മറ്റേ യൂണിവേഴ്സിറ്റി ഡിപ്പോസിറ്റ് 4,000 പൗണ്ട്സ് ഞാൻ ഓൾറെഡി പേ ചെയ്തുകൊണ്ട് ഇനി എന്ത് ചെയ്യും, ഇനി ഫിനാൻഷ്യലിനായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് എനിക്ക് ആ പഴയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് അത് റീഫണ്ട് ചെയ്ത് തരികയും ആ ഫണ്ട് എടുത്ത് ഞാൻ പുതിയ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പോസിറ്റ് എമൗണ്ട് അടിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ക്യാസ് ആപ്ലിക്കേഷൻ വന്നു. ക്യാസിന് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ക്യാസ് ആപ്ലിക്കേഷൻ വരികയും ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസ വരികയും ചെയ്തു. ഞാൻ അടുത്ത ജനുവരി 21-ന് ഞാൻ ലണ്ടനിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ എൻ്റെ പാസ്പോർട്ടും വിസയായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, പാസ്പോർട്ട് എനിക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് മാതാവ് ഞാൻ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. ഒപ്പം തന്നെ എൻ്റെ അമ്മയും പ്രാർത്ഥിച്ചു, അവളെ കൊണ്ട് ഞാൻ സാക്ഷ്യം പറയിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എത്തി. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ഞായറാഴ്ചയും കുമ്പസാരിക്കുകയും 2 നേരം ഞാൻ മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കുകയും തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെ നിൽക്കാനുള്ള ഏക കാരണം കൃപാസന മാതാവ് മാത്രമാണ്. മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മാതാവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് എൻ്റെ വിസ. എനിക്ക് UK വിസ 1 വർഷത്തെ കോഴ്സും 1 വർഷത്തെ സ്റ്റേ ബാക്കും എനിക്ക് കിട്ടിയിട്ട് ദൈവമാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 15:2 കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാവുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും, അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും.
നീതു എൽദോ എന്ന ഈ മകൾ വിദേശ പഠനത്തിന് വേണ്ടുന്ന പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത്. ആദ്യം മകൾ വിദേശത്ത് പഠനത്തിന് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വെരിഫിക്കേഷന് കൊടുത്ത മെയിൽ ഐ ഡിയിൽ വന്ന പ്രയാസം, തെറ്റ്, മകൾക്ക് തിരികെ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത വിധത്തിൽ മാസങ്ങൾ കടന്നുപോയി. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാൻ പരിചയമുള്ളൊരു വ്യക്തി പറഞ്ഞു വിടുമ്പോൾ അമ്മ മാതാവ് കൈവിടത്തില്ല, കാര്യങ്ങൾ നമുക്ക് നേരെയാക്കി തരും എന്നതായിരുന്നു മകൾക്ക് കൊടുത്ത ഉറപ്പ്. ശരിക്കും അതിൻ്റെ വെരിഫിക്കേഷനാണ് തൊട്ടടുത്ത ദിവസം മകൾക്ക് സംഭവിക്കുന്നതും. മകളിവിടെ പ്രാർത്ഥിക്കുവാനായി വരുന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മടങ്ങുന്നു. രണ്ടാമത്തെ ദിവസം മകൾ അമ്മ മാതാവിൻ്റെ തൈലം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി മെയിൽ അയക്കുമ്പോൾ വെരിഫിക്കേഷൻ ഉള്ള ലെറ്ററിൻ്റെ അകത്തുള്ള പോരായ്മ തിരിച്ചറിയുകയും അത് തിരുത്തുകയും തൊട്ടടുത്ത ദിവസം തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിപ്ലൈ വരികയും അത് ഇൻ്റർവ്യൂവിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യുന്നു. ഇത് മകളുടെ ആദ്യം തന്നെ അമ്മ മാതാവിൽ കൂടുതൽ ശരണപ്പെട്ട് വിശ്വസിക്കുവാൻ മകളെ സഹായിച്ച അനുഭവമാണ്. പിന്നീട് മകൾ ഒത്തിരി പ്രതീക്ഷയോടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുവെങ്കിലും അത് പരാജയപ്പെടുന്നു. അത് പരാജയപ്പെടുമ്പോഴും നിരാശയാവാതെ അമ്മയോടാണ് ആലോചന ചോദിക്കുന്നത്, ഇനി എന്ത് ചെയ്യും, ജീവിതം വലിയ ക്ലേശത്തിലായെന്ന് അമ്മ മാതാവിനൊരിക്കൽ ചോദിക്കുമ്പോൾ വീണ്ടും മകൾക്ക് കിട്ടുന്ന സന്ദേശമാണ്, അത് മാതാവിൻ്റെ പ്രസൻസിൻ്റെ, സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്, മറ്റൊരിടത്ത് നീ പരിശ്രമം തുടരുകയെന്നത്. അങ്ങനെ അടുത്തൊരിടത്ത് നിരന്തരം പരിശ്രമം തുടരുമ്പോൾ റിജക്ഷൻ മാത്രം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും അമ്മ മാതാവിനോട് തന്നെയാണ് ആലോചന ചോദിക്കുന്നത്, എന്താണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, പോകാനാവാത്ത വിഷയമായല്ലോ, അമ്മ എന്തിനാ ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കുന്നത്. ഒരു കുഞ്ഞ് ചോദിക്കുന്നത് പോലെ മകൾ അമ്മ മാതാവിനോട് സംസാരിക്കുന്നതാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വീണ്ടും പറയുന്നു, വിദേശത്ത് പോകാത്ത അവരുടെ വിസ റിഫ്യൂസൽ അത് കാണിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ക്ലാരിഫിക്കേഷനും അതിൻ്റെ ക്ലിയറൻസ് കൊടുത്തുകൊണ്ട് അടുത്ത ഇൻ്റർവ്യൂവിലേക്ക് പങ്കുചേരുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓഫർ ലെറ്റർ വരികയും അവൾ ഇൻ്റർവ്യൂ പങ്കുചേരുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് തീരേണ്ട ഇൻ്റർവ്യൂ ദീർഘസമയത്തേക്ക് മാറുമ്പോഴും ഞാൻ ഓരോന്നിനും അമ്മ മാതാവ് പ്രചോദിപ്പിച്ചതനുസരിച്ച് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. വളരെ വേഗത്തിൽ സെലക്റ്റായ കാര്യം അറിയുമ്പോൾ അടുത്തൊരു പ്രതിസന്ധിയിലേക്കാണ് ഞാൻ വന്ന് വീഴുന്നത്. അടുത്ത പണം അടയ്ക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്നുവെന്ന്. ആദ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ അടച്ചതിൻ്റെ മറുപടിയൊന്നും കിട്ടിയിട്ടില്ല, റീഫണ്ട് ആയിട്ടില്ല. പുതിയ യൂണിവേഴ്സിറ്റിയിൽ പണം അടയ്ക്കേണ്ട സാഹചര്യവും വരുന്നു. അങ്ങനെ മനോവിഷമത്തിൽ വീണ്ടും അമ്മയുടെ തിരുനടയിൽ തന്നെയാണ് ഈ കണ്ണീരും പ്രതിസന്ധിയും കൊടുക്കുന്നത്. മകൾ പറയുന്നുണ്ട്, തൊട്ടടുത്ത ദിവസം തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പണം റീഫണ്ട് ആവുകയും അതെടുത്ത് ഇപ്പോൾ പഠിക്കുവാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കുവാൻ സാധിച്ചുവെന്ന്. നമ്മളിങ്ങനെ നെയ്തെടുക്കുന്നത് പോലെ ഓരോന്ന് കാണുകയാണ്. ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ വരുന്ന മാതാവിൻ്റെ ഇടപെടലുകൾ, മാതാവിൻ്റെ ചില നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറിക്കൊണ്ട് കൂടുതൽ സുഗമമായി, കൂടുതൽ വേഗതയിൽ, കൂടുതൽ ഭാരങ്ങളൊക്കെ ലഘൂകരിക്കപ്പെട്ട് സന്തോഷമുള്ളതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ക്ലിയർ ചാനലിൽ, നല്ല ഡിറക്ഷനിൽ കൊണ്ടുപോകുന്നത്. മകൾ പറയുന്നുണ്ട്, അടുത്ത മാസം ഞാൻ എല്ലാ കടമ്പകളും കടന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെ മാത്രം സംരക്ഷണയിൽ വിദേശത്ത് പഠിക്കുവാൻ വേണ്ടി യാത്രയാവുന്നുവെന്ന്. പ്രിയമുള്ളവരെ, മകളുടെ വാക്കുകളിൽ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗം വളരെ ഗൗരവത്തോടുകൂടി മകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ പങ്കെടുത്തപ്പോൾ ഉടമ്പടി തൈലം പൂശിയും കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടും സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലിയും വിശ്വാസ പ്രമാണം ചൊല്ലിയുമാണ് ഞാൻ ആ അവസാനത്തെ ഇൻ്റർവ്യൂ നിമിഷങ്ങൾ മുഴുവനും പങ്കുചേർന്നുകൊണ്ടിരുന്നത്. അത് എനിക്ക് നൽകിയിരുന്ന വലിയ ആത്മശക്തി, വലിയ പ്രത്യാശ, അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം, അതാണ് എന്നെ ഇന്ന് വിദേശത്ത് പോകുവാൻ വേണ്ടുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ച് ഒരുക്കി തന്നിരിക്കുന്നത്. ഉടമ്പടിയിൽ നമുക്ക് കൂടുതൽ സന്തോഷത്തോടെ ശരണപ്പെടാം. ഉടമ്പടിക്ക് ആശീർവാദം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അമ്മ മാതാവിൻ്റെ അടയാളമായി, സാന്നിധ്യമായി നമുക്കതിനെ കൊണ്ടു നടക്കാം. ഉടമ്പടി തൈലം നെറ്റിത്തടത്തിൽ പൂശിക്കൊണ്ട് അമ്മയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകമാംവിധം നമ്മുടെ പരിശ്രമങ്ങളിൽ, നമ്മുടെ രോഗാവസ്ഥകളിൽ, ജീവിത ക്ലേശങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് നമ്മുടെ എല്ലാ ക്ലേശങ്ങളും മാറ്റിത്തരും,
രോഗങ്ങൾക്ക് സൗഖ്യം തരും, ജീവിതത്തിന് പുതിയ ബലവും പ്രത്യാശയും പകരുകയും ചെയ്യും. അമ്മ മാതാവും തിരുക്കുമാരനും ഈ മകൾക്ക് നൽകിയ എല്ലാ നന്മകളെ, അനുഗ്രഹങ്ങളെ ഓർത്ത് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.